നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമ്പട ജയിലിൽ നിന്ന് കാണാതായ 5 അംഗ കുടുംബത്തെ കണ്ടെത്തി. പോലീസ് പിടികൂടിയത് മടിക്കേരിയിൽ നിന്ന്. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ച. 4 അമ്പലത്തിനകത്ത് ഭണ്ഡാരങ്ങൾ കവർന്നു. വൈദ്യുതി മുടക്കം നിത്യസംഭവം. ഉപ്പള KSEB ഓഫീസിലേക്ക് DYFI മാർച്ച്. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ യാത്രാക്ലേശം. DYFI മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കാലവർഷക്കെടുതിയിൽ കനത്ത നാശം. തകർന്നത് 30ഓളം വീടുകൾ. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യം. അധ്യാപകരും ജീവനക്കാരും മനുഷ്യചങ്ങല തീർത്തു. വിദ്യാഭ്യാസാവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യം. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DE ഓഫീസ് മാർച്ച്. വാർത്തകൾ വിശദമായി. കുമ്പട ജയിലിൽ നിന്ന് കാണാതായ 5 അംഗ കുടുംബത്തെ കണ്ടെത്തി. മടിക്കേരിയിൽ നിന്നായിരുന്നു ഇവരെ കണ്ടെത്തിയത്. ബലക്കളയിലെ ചന്ദ്രാവതിയുടെ മക്കളായ പ്രേമ, രമ്യ, പ്രേമയുടെ ഭർത്താവ് ഉദയൻ, മക്കളായ ശ്രീജിത്ത്, സംഗീത എന്നിവരെയാണ് മടിക്കേരിയിലെ മദനാട് എന്ന സ്ഥലത്ത് കണ്ടെത്തിയത്. കാണാതായ പ്രേമയുടെ ബന്ധുവിന്റെ വീട്ടിലാണ് ഇവർ ഉണ്ടായിരുന്നത്. കാസർകോട് CI PK സുധാകരന്റെ നേതൃത്വത്തിൽ ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് മടിക്കേരിയിൽ ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് കണ്ടെത്തിയത്. 1 മാസം മുമ്പാണ് ഇവർ വീട് വിട്ടത്. പിന്നീട് കർണാടകയിലെ ഉടുപ്പിയിലും മറ്റും കഴിഞ്ഞിരുന്നു. പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് സ്ഥലം വിടുകയായിരുന്നു. ഇടയ്ക്കിടെ ഓൺ ചെയ്യുന്ന മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കിയാണ് ഇവരെ പോലീസ് കണ്ടെത്തിയത്. ഇവരെ കണ്ടെത്താൻ പോലീസ് കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നോട്ടീസും ഇറക്കിയിരുന്നു. കാട്ടുകുക്കെ സ്കൂളിൽ നിന്നും ഉന്നത മാർക്കോടെ SSLC പാസ്സായ രമ്യ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സഹോദരിയായ പ്രേമയെയും കൂട്ടിപ്പോയതായിരുന്നു. ഉച്ചയായിട്ടും ഇവർ തിരിച്ചെത്താത്തതിനാൽ ഉദയൻ വീട്ടിലെത്തി ചന്ദ്രാവതിക്കൊപ്പമുണ്ടായിരുന്ന 2 മക്കളെയും കൂട്ടി ഇവരെ അന്വേഷിച്ചു പോയതായിരുന്നു. പിന്നീട് 5 പേരെയും കാണാതാവുകയായിരുന്നു. പോകുമ്പോൾ വസ്ത്രങ്ങളടങ്ങിയ ബാഗും മറ്റും കൊണ്ടുപോയിരുന്നതായി പിന്നീട് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. നാട്ടിൽ നിന്ന് മുങ്ങുവാനുണ്ടായ കാരണത്തെക്കുറിച്ച് പോലീസ് ചോദ്യം ചെയ്യുന്നു. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ച. 4 അമ്പലത്തിനകത്തെ ഭണ്ഡാരങ്ങൾ കവർന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഐതിഹ്യ സമ്പന്നമായ വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കവർന്നു. വ്യാഴാഴ്ച പുലർച്ചെ നിത്യപൂജക്കായി ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് ഭണ്ഡാരങ്ങൾ കവർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മുൻവർഷവും ഇവിടെ ഭണ്ഡാരങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടിരുന്നു. 4 അമ്പലത്തിന്റെ വാതിലിന്റെ പൂട്ട് തകർത്ത ശേഷം ഭണ്ഡാരങ്ങൾ കവരുകയായിരുന്നു. ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ച ഭണ്ഡാരത്തിൽ നിന്നും പണം കവർന്നിട്ടുണ്ട്. മഴക്കാലമായതോടെ കള്ളന്മാരുടെ ശല്യം ഏറിയിരിക്കുന്നതായി ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പട്രോട്ടില്ലത്ത് വാസുദേവൻ നമ്പൂതിരി പറഞ്ഞു. പോലീസ് പെട്രോളിംഗും ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ കള്ളൻ നടന്ന് 4 അമ്പലത്തിന്റെ പൂട്ട് പൊളിച്ച് 2 ഭണ്ഡാരം പൊളിച്ച് അതിലുള്ള കാശെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. ഇത് ധാരാളം പ്രാവശ്യം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും രാവിലെ റിപ്പോർട്ട് ചെയ്ത് പോലീസ് വന്ന് സ്ഥലം പരിശോധിച്ച് പോയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് ഭണ്ഡാരം എണ്ണി തിട്ടപ്പെടുത്തിയതിനാൽ വലിയ നഷ്ടം സംഭവിച്ചില്ലെന്ന് വിലയിരുത്തുന്നു. അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. അത്യുത്തര കേരളത്തിൽ അപൂർവതകൾ ഏറെ അവകാശപ്പെടാനുള്ള ക്ഷേത്രത്തിൽ നടന്ന കവർച്ച വിശ്വാസികളിൽ ഏറെ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വൈദ്യുതി മുടക്കം നിത്യസംഭവം. KSEB ഓഫീസിലേക്ക് DYFI മാർച്ച്. ഉപ്പള സെക്ഷൻ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. KSEB ഉപ്പള സെക്ഷന് കീഴിൽ വൈദ്യുതി മുടക്കം പതിവായതിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിലും പ്രതിഷേധിച്ച് DYFI ബന്ദിയോട് ഉപ്പള വില്ലേജ് കമ്മിറ്റികൾ സംയുക്തമായി സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് CPM മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറി റസാഖ് ചിപ്പാർ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഇടപെടാൻ ഒരു ലീഗുകാരനുമില്ല, ഒരു കോൺഗ്രസുകാരനുമില്ല. KM മാണി തൊട്ട് അബ്ദുൾ റബ്ബ് വരെ, ഇബ്രാഹിം കുഞ്ഞി തൊട്ട് മറ്റേ ആര്യാട് മുഹമ്മദ് വരെ കൈക്കൂലി കോഴ അല്ലാതെ വേറെ എന്തും ഒരു പരിപാടി. SLC പരീക്ഷ എഴുതാതെ SLC മാർക്കാണ് കൊടുക്കും ആര്യ ലീഗ്. അതിലൊരു പ്രശ്നമില്ല. സാദിഖ് ചെറുകോടി അധ്യക്ഷനായി. ശിവപ്രസാദ്, ഫാറൂഖ് ഷിറിയ, രമണം മാസ്റ്റർ, സുബൈർ കുക്കാർ, ഹാരിസ് കോടിവയൽ, അഷ്റഫ് മുട്ടം, ഹനീഫ് ബന്ദിയോട് എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ യാത്രാക്ലേശം. DYFI മാർച്ചിൽ പ്രതിഷേധമിരമ്പി. നിരവധി പേർ പങ്കെടുത്തു.
മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് റോഡിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും ഉദ്യോഗസ്ഥരുടെ അനാവസ്ഥ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാടിനകത്തെ ജനങ്ങൾക്കും വളരെ നന്നായിട്ട് അത് ബോധ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറെ കാലമായി ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ ഈ ചെക്ക് പോസ്റ്റിലെ ഗതാഗത കുരുക്കും അതുപോലെ തന്നെ ഗതാഗത കുരുക്ക് മൂലം ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചുമെല്ലാം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ്. ഇതിനു മുമ്പും ഇതുപോലെയുള്ള ചില സൂചന പ്രതിഷേധങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ വിഷയത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടി അധികാരികളോ സർക്കാരോ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് വീണ്ടും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു സമരത്തിലേക്ക് വരാൻ ഡിവൈഎഫ്ഐയെ പ്രേരിപ്പിച്ചത്. പ്രശാന്ത് കരിമല അധ്യക്ഷനായി. സാദിഖ് ചെറുകോളി, ഭാരതി സുല്യാമെ, ഹനീഫ് ചിന്നമൊഹറു, സിദ്ദിഖ് പാവൂർ, ഇബ്രാഹിം, KR ജയാനന്ദ, യോഗീഷ് എന്നിവർ സംസാരിച്ചു. കാലവർഷക്കെടുതിയിൽ കനത്ത നാശം, 30ഓളം വീടുകളാണ് ജില്ലയിൽ തകർന്നത്. കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ 30ഓളം വീടുകൾ തകർന്നു. ജില്ലയിൽ 25 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് കാസർഗോഡ് വില്ലേജിലാണ്. ഇവിടെ 10ഓളം വീടുകൾ തകർന്നു. 80 പേരാണ് പ്രകൃതിക്ഷോഭത്തിന് ഇരയായതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. മഞ്ചേശ്വരം താലൂക്കിൽ 4 വില്ലേജുകളിലും കാസർഗോഡ് താലൂക്കിൽ 8 വില്ലേജുകളിലും വെള്ളരിക്കുണ്ട് താലൂക്കിൽ 1 വില്ലേജിലും കാലവർഷക്കെടുതിയുണ്ടായി. കടൽക്ഷോഭം രൂക്ഷമായതോടെ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായി. വരും ദിനങ്ങളിൽ ശക്തിയായ മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യം. അധ്യാപകരും ജീവനക്കാരും മനുഷ്യചങ്ങല തീർത്തു. കാസർഗോട്ടായിരുന്നു പരിപാടി. സ്കൂൾ തുറന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് അധ്യാപകരും ജീവനക്കാരും സബ് ജില്ലാ കേന്ദ്രങ്ങളിൽ മനുഷ്യചങ്ങല തീർത്തു. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഇത്തരം നടപടിക്കെതിരെ കാസർഗോഡ് സംഘടിപ്പിച്ച മനുഷ്യചങ്ങല കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ സ്ഥാപിത താല്പര്യം പാഠപുസ്തകം സ്കൂളുകളിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ നിന്നും എങ്ങനെ അഴിമതി നടത്താം, അല്ലെങ്കിൽ എങ്ങനെ കമ്മീഷൻ പറ്റാം എന്നുള്ള ചിന്താഗതിയിലൂടെ കാര്യങ്ങൾ പോകുന്ന സമയത്താണ് ഈ സംഭവമാകെ തന്നെ അട്ടിമറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. T പ്രകാശൻ അധ്യക്ഷനായി. C ശാന്തകുമാരി, V ചന്ദ്രൻ, P മനോജ് കുമാർ, VC മാത്യു, C ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. പാഠപുസ്തകങ്ങളുടെ അച്ചടി പോലും തുടങ്ങാതെ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്ന സർക്കാരിന്റെ നടപടിക്കെതിരെ ജനമനസാക്ഷി ഉണർത്താനാണ് FSCTO നേതൃത്വത്തിൽ മനുഷ്യചങ്ങല തീർത്തത്. വിദ്യാഭ്യാസ അവകാശ പത്രിക അംഗീകരിക്കണമെന്ന ആവശ്യം. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSU സംസ്ഥാന കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU സംസ്ഥാന വ്യാപകമായി DEO ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. KSU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AM രോഹിത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, KSU ഒന്നാമതായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ കാസർഗോഡ് ജില്ലയിലെ സെന്റ് പയസ് എന്ന് പറയുന്ന കോളേജിൽ ഉൾപ്പെടെ കേരളത്തിലെ 100 കണക്കിന് വരുന്ന മത സാമുദായിക മാനേജ്മെന്റുകൾ നടത്തുന്ന കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തൊരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ്. ആ ഭരണഘടനയ്ക്കകത്ത് കൃത്യമായി പറയുന്നുണ്ട്, സംഘടിക്കുവാനും ആശയ പ്രചരണം നടത്തുവാനും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുവാനും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള അവകാശം നൽകുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഏതെങ്കിലും ചില മാനേജ്മെന്റുകൾ പറയുകയാണ് 18 വയസ്സ് കഴിഞ്ഞ് ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം പറയാൻ പാടില്ല, സംഘടനാ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് മാനേജ്മെന്റുകൾ തിട്ടൂരം നൽകുകയാണ്. ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് കുമാർ അധ്യക്ഷനായി. PK ഫൈസൽ, DV ബാലകൃഷ്ണൻ, അനിൽ വാഴുന്നോറടി, രതീഷ് ഇരിയ തുടങ്ങിയവർ സംസാരിച്ചു. R കാർത്തികേയൻ സ്വാഗതം പറഞ്ഞു. ജില്ലയിൽ ദേശീയപാത പൂർണ്ണമായും തകർന്നു. അപകട മേഖലകളിലെ റോഡ് തകർച്ച യാത്രികരിൽ ഭീതി പടർത്തുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ ജില്ലയിൽ ദേശീയപാത പൂർണ്ണമായും തകർന്നു.
അപകട മേഖലയിലാണ് പാത തകർന്നു കിടക്കുന്നത്. മാവുങ്കൽ കാസർഗോഡ് ദേശീയപാതയിലെ അപകടക്കുരുക്കുകളായ വിഷ്ണുമംഗലം, പുല്ലൂർ പാലം, പൊള്ളക്കട, പെരിയ ഭാഗങ്ങളിൽ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. വാഹനങ്ങൾ കുഴികളിൽ പതിച്ച് അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായിരിക്കുകയാണ്. ദേശീയപാതയെക്കുറിച്ച് പഠനം നടത്തിയ ജസ്റ്റിസ് ചന്ദ്രശേഖരദാസ് മരണക്കുരുക്കെന്ന് വിശേഷിപ്പിച്ച പുല്ലൂർ പാലത്തിന്റെ അവസ്ഥ കൂടുതൽ ഭയാനകമായിരിക്കുകയാണ്. കൈവരികൾ തകർന്ന പാലത്തിന്റെ ഇരുഭാഗത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. റോഡ് തകർന്നതോടെ ദേശീയപാതയിൽ ഗതാഗത സ്തംഭനവും പതിവായിരിക്കുകയാണ്. വിഷ്ണുമംഗലം ഇറക്കം കഴിഞ്ഞ് നേരിട്ട് പാലത്തിൽ പ്രവേശിക്കുന്നതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. റോഡ് തകർച്ചയെക്കുറിച്ച് നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും അധികൃതർ കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് ഓട്ടോ തൊഴിലാളി യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി യു പ്രകാശൻ പറഞ്ഞു. മഴക്കാലത്ത് ഉപയോഗിക്കാനാവുന്ന എമൽഷൻ ടാർ ഉപയോഗിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ആവശ്യമായിട്ടുള്ള എമൽഷൻ ടാർ പോലുള്ള ടാറുകൾ ഉപയോഗിച്ച് മഴക്കാലത്തും ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്യാതെ കേവലം ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ജെല്ലിപ്പൊടിയും അതുപോലെ തന്നെ ജെല്ലിയും കൊണ്ട് നിറച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അപകട സാധ്യത കണ്ടറിഞ്ഞ് പരിഹാരം കാണാത്ത അധികൃതർ അപകടം നടന്ന ശേഷം ഓടിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റോഡിനും വാഹനത്തിനും നികുതി അടക്കുന്ന പൊതുജനത്തിന്റെ ജീവൻ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരുടെ നിസ്സംഗതയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ABVPയുടെ വിദ്യാഭ്യാസ ബന്ദ്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷാവസ്ഥ. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ABVP ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിനിടെ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷാവസ്ഥ. വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി സ്കൂളിൽ അധ്യയനം നിർത്തിവെക്കാത്തതിൽ പ്രകോപിതരായ പ്രവർത്തകർ സ്കൂളിനകത്തേക്ക് ഇരച്ചുകയറി. ഹെഡ്മാസ്റ്ററുടെ ക്യാബിനും ക്ലാസ് റൂമും ജനലുകളും നോട്ടീസ് ബോർഡും തകർക്കപ്പെട്ടു. കോയിൻ ബോക്സ് വലിച്ചെറിഞ്ഞ നിലയിലാണ്. വിവരമറിഞ്ഞെത്തിയ ഹോസ്തൃക പോലീസ് സമരക്കാർക്ക് നേരെ ലാത്തി വീശി. SI ബിജുലാലിന്റെ നേതൃത്വത്തിലാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. ഒരു വർഷം മുമ്പേ സമരങ്ങൾക്കായി വിദ്യാലയം അടച്ചിടേണ്ടെന്ന് തീരുമാനിച്ചിരുന്നതായി PTA പ്രസിഡന്റ് പല്ലവനാരായണൻ പറഞ്ഞു. നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരോധനം ഞങ്ങൾ ഏർപ്പെടുത്തില്ല. സംഘടനാ സ്വാതന്ത്ര്യം ഒക്കെ അനുവദിച്ചു കൊണ്ടാണ് ദുർഗ സ്കൂളിൽ അതിൻ്റെ പ്രവർത്തനം നടന്നു പോകുന്നത്. നമ്മൾ എല്ലാ സമരവും നടത്താൻ വേണ്ടി കുട്ടികൾക്ക് അനുവാദം കൊടുത്തില്ല. എല്ലാ സമരങ്ങളോടും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സ്കൂളിൽ രാവിലെ സമരമുള്ള ദിവസങ്ങളിൽ വന്ന് ആ സമരത്തോട് അനുഭാവമുള്ള കുട്ടികൾ മുദ്രാവാക്യം മുഴക്കി പഠിപ്പ് മുടക്കാതെ ക്ലാസ്സിലേക്ക് പോകുക എന്നൊരു തീരുമാനം സ്കൂളിലെ വിദ്യാർത്ഥി സംഘടന പ്രതിനിധികളെ വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മുടെ തീരുമാനം ഇകകണ്ടിയാൻ എടുത്തിരുന്നു. എന്നാൽ മറ്റു വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലക്കുമ്പോൾ ദുർഗ ഹൈസ്കൂൾ മാത്രം തുറന്നു പ്രവർത്തിക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് സമരക്കാർ പറഞ്ഞു. 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം പുറത്തുനിന്നെത്തിയവരാണ് അക്രമത്തിന് നേതൃത്വം കൊടുത്തതെന്ന് പ്രിൻസിപ്പൽ ബസുമതി ടീച്ചർ പറഞ്ഞു. പിന്നെ അവർ മുദ്രാവാക്യം വിളിച്ചു, പിന്നെ ക്ലാസ്സിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ഔട്ട്സൈഡേഴ്സാണ്, പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ ലേഡി ടീച്ചേഴ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അറിയാവുന്ന ഒരു പറ്റ ആൾക്കാർ വന്നിട്ട് ക്ലാസ്സിലേക്ക് അതിക്രമിച്ചു കയറി. സമരക്കാരെ പോലീസ് ഒഴിവാക്കിയ ശേഷം സ്കൂളിൽ അധ്യയനം നടന്നു. തുടർന്ന് പോലീസ്, സ്കൂൾ അധികൃതരും നേതാക്കളും ചർച്ച നടത്തുകയുണ്ടായി. സ്കൂളിൽ അടിയന്തര PTA യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SYS SKSSF ഉളുവാർ ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള റംസാൻ പ്രഭാഷണം 27-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 27 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മർഹൂം PA അറബി നഗറിൽ നടക്കുന്ന പരിപാടിയിൽ അബുദാബി ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സ്കൂൾ മേധാവി സിംസാറുൽ ഹുദവി പ്രഭാഷണം നടത്തും. പ്രഭാഷണത്തിന് മുന്നോടിയായി 26-ന് വൈകുന്നേരം ഉളുവാറിൽ PA അറബി മെമ്മോറിയൽ ലൈബ്രറി ഉദ്ഘാടനവും നടക്കും. ഖാസി ത്വാക അഹമ്മദ് മൗലവി അൽ അസ്സരി ഉദ്ഘാടനം ചെയ്യും. കർണാടക ആരോഗ്യ വകുപ്പ് മന്ത്രി UT ഖാദർ മുഖ്യാതിഥിയായിരിക്കും. കുമ്പള ഉളുവാറിൽ SKSFന്റെ കീഴിൽ PA അറബി മെമ്മോറിയൽ ലൈബ്രറി തുടങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ നാട്ടിലെ സാംസ്കാരിക രംഗത്തുള്ള സജീവമായ ഒരാളാണ് PA മുഹമ്മദ് അറബി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ SKSF SYSന്റെ കീഴിൽ വിപുലമായ നിലക്കുള്ള ഒരു ലൈബ്രറി വരുന്ന 26-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം തുടങ്ങുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി 27-ാം തീയതി സിംസാറുൽ ഹക്ക് ഉദവിയുടെ റമദാൻ പ്രഭാഷണം നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സുബൈൽ നിസാമി, KB അബൂബക്കർ, PA അബ്ദുൽ ഖാദർ ഉളുവാർ, ഹുസൈൻ ഉളുവാർ, NK അബ്ദുല്ല മൗലവി പേരാൽ, നവാസ് ദാരിമി പേരാൽ എന്നിവർ സംബന്ധിച്ചു. ജില്ലയിൽ ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിയാർജിക്കുന്നു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു.
ജില്ലയിൽ ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രവർത്തനം ശക്തമാകുന്നു. വിവിധ നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗങ്ങൾ നടന്നു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം കോട്ടച്ചേരി എലൈറ്റ് ഹാളിൽ നടന്നു. അബ്ദുൾ റഹ്മാൻ സാഹിബ് നഗറിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം AG രാജൻ ഉദ്ഘാടനം ചെയ്തു. 33 വർഷം കേരളത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന പോലെ കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ അമ്മാവനും മരുമകനും മകനും മാത്രം ഭാരവാഹിത്വങ്ങളിലിരുന്ന് ഇത്രയും വർഷങ്ങൾ 33 വർഷം കൊണ്ടൊരു പഞ്ചായത്ത് മെമ്പറെ പോലും സൃഷ്ടിക്കുവാൻ കഴിയാതെ ക്ഷയിച്ചു പോയൊരു പാർട്ടി. ആ ക്ഷയിച്ചു പോയൊരു പാർട്ടിയെ പൊടിതട്ടിയെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട MP ജോർജ്, ഇപ്പോൾ നമ്മുടെ ഈ പാർട്ടിയുടെ നമ്മൾ ഈ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MP ജോർജ്, അദ്ദേഹത്തെ കുറിച്ച് വിശദമായി പറയുന്നതിന് മുമ്പ് നമ്മുടെ പാർട്ടിയുടെ ഇന്നത്തെ പരിപാടിയെ കുറിച്ച് മാത്രം ഞാനൊന്ന് പറയാം. ജില്ലാ സെക്രട്ടറി A ഭരതൻ അധ്യക്ഷനായി. P ചന്ദ്രൻ പടന്നക്കാട്, PP ചന്ദ്രൻ നീലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. M ഗോപാലൻ സ്വാഗതം പറഞ്ഞു. വായനാവാരം ആചരിച്ചു. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. PN പണിക്കരുടെ സ്മരണാർത്ഥം കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാവാരം ആചരിച്ചു. സ്വന്തം ഭവനം ലൈബ്രറിയാക്കി മാറ്റി പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് നടക്കുന്ന സുരേന്ദ്രൻ കണ്ണുതീർത്ത ഉദ്ഘാടനം ചെയ്തു. ಆದರೂ ಇವರು ಹೇಳಿದ ಪ್ರಕಾರ ಮಾತಾಡುವುದಂತ ನನಗೆ ತುಂಬ ಖುಷಿಯ ವಿಷಯ. ಯಾಕಂದರೆ ಪುಸ್ತಕದ ವಿಷಯದಲ್ಲಿ ನಾನು ತುಂಬ ಹತ್ತಿರದವ. ಪುಸ್ತಕದ ಬಗ್ಗೆ ಈ ಕತ್ತಲಿಂದ ಬೆಳಕಿನಡೆ ಕೊಂಡೊಯ್ಯುವ, ನಮಗೆ ಜ್ಞಾನದೆಡೆಗೆ ಕೊಂಡೊಯ್ಯುವುದೇ ಈ ಪುಸ್ತಕ. ಅಂದರೆ ಒಂದು ವ್ಯಕ್ತಿಗೂ ಪುಸ್ತಕದ ಬಗ್ಗೆ ತುಂಬ ತಿಳ್ಕೊಳ್ಳಿಕ್ಕೆ ಉಂಟು. ಮಕ್ಕಳಾಗಿ ಚಿಕ್ಕದಿರುವಾಗಲೇ ನಾವು ಕಲೀಲಿಕ್ಕೆ ಶುರು ಮಾಡ್ತೇವೆ. ತಾಯಿಯ ಹೊಟ್ಟೆಯಿಂದ ಬರುವಾಗ ನಮಗೆ ಏನೂ ಗೊತ್ತಿರುವುದಿಲ್ಲ. ಅದಕ್ಕೆ ನಂತರ ಮನೆಯಲ್ಲಿ ಕಲಿತೇವೆ. ಅದಕ್ಕೆ ನಂತರ ನಮ್ಮದು ಜನರಲ್ ನಾಲೆಜ್, ಪ್ರಕೃತಿಯಲ್ಲಿ ನಮಗೆ ಎಲ್ಲೂ ದಿನಾಲೂ ಕಲಿಯಲಿಕ್ಕಿದೆ. ദിനേശ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. രാജ്കുമാർ മാസ്റ്റർ, കവിത ടീച്ചർ, ഉഷാറാണി എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഡെങ്കിപ്പനിയും കടലാക്രമണവും തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം ആവശ്യപ്പെട്ടു. തുടർച്ചയായ വൈദ്യുതി മുടക്കത്തിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KSRTC ഡ്രൈവറെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. മംഗലാപുരം കൊടയാൽ ഹൌസിൽ ജഗദീശനാണ് മർദ്ദനമേറ്റത്. കാസർഗോഡ് ഡിപ്പോയിലായിരുന്നു സംഭവം. തെങ്ങ് വീണ് വീട് തകർന്നു. ആലമ്പാടി റഹ്മാനിയ നഗറിലെ CH അസ്മയുടെ വാടക വീടാണ് തകർന്നത്. തളങ്കര കണ്ടത്തിൽ സെയ്ദലവി ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ച റംസാൻ പ്രഭാഷണം നടക്കും. ഷൗക്കത്ത് അലി വെള്ളമുണ്ട പ്രഭാഷണം നടത്തും. വായനാ വാരാചരണ പരിപാടിക്ക് ജില്ലയിൽ സമാപനം. അജാനൂർ GF UP സ്കൂളിൽ ദൂരക്കാഴ്ചയിലെ വായനാനുഭവങ്ങൾ എന്ന പരിപാടി സംഘടിപ്പിച്ചു. കഥ എഴുതുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച അഷറഫ് അടൂരിന്റെ കഥയാനുഭവങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. കഥകളുടെ വായനാനുഭവം V മോഹനൻ കുട്ടികളുമായി പങ്കുവച്ചു. NSS സ്കോളർഷിപ്പ് നേടിയ സൂര്യ രവിയെ അനുമോദിച്ചു. PTA പ്രസിഡന്റ് KV സജീവൻ അധ്യക്ഷനായി. T അബ്ദുൾ റഷീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുറുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് AR രാമകൃഷ്ണൻ വായനാവാരം സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇടവന്നതായ ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാന്യനായ ഇളയൂർ ഭഗവതി ഹൈക്കാർ അവറുകൾ. 1940 സ്കൂളിലെ 1ാം ക്ലാസ്സിൽ 6ാം നമ്പറുകാരനായി പഠിച്ചു വന്ന ആള് ഈ സ്കൂളിൻ്റെ അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും A ഹമീദ് ഹാജി, CH മജീദ്, K രാജൻ, AS ഗോപി, രജനി രാജൻ, ബഷീർ അഹമ്മദ്, UV ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. AG ഷംസുദ്ദീൻ സ്വാഗതവും S മഹേഷ് കുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പടാജയിൽ നിന്ന് കാണാതായ 5 അംഗ കുടുംബത്തെ കണ്ടെത്തി. പോലീസ് പിടികൂടിയത് മടിക്കേരിയിൽ നിന്ന്. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ച. നാലമ്പലത്തിനകത്ത് ഭണ്ഡാരങ്ങൾ കവർന്നു. വൈദ്യുതി മുടക്കം നിത്യസംഭവം. ഉപ്പള KSEB ഓഫീസിലേക്ക് DYFI മാർച്ച്. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ യാത്രാക്ലേശം. DYFI മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കാലവർഷക്കെടുതിയിൽ കനത്ത നാശം. തകർന്നത് 30ഓളം വീടുകൾ.
പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യം. അധ്യാപകരും ജീവനക്കാരും മനുഷ്യചങ്ങല തീർത്തു. വിദ്യാഭ്യാസാവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യം. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DE ഓഫീസ് മാർച്ച്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.